പൊന്നുവേ, ഇന്ന് വായിക്കേണ്ട ബൈബിൾ ഭാഗം വായിച്ചോടി. ഇല്ല അമ്മ, ഇപ്പൊ ബൈബിൾ വായിക്കാൻ പോകുന്നേ ഉള്ളൂ. അമ്മ, ഇവിടെ പൊന്നു സൗണ്ട് കുറച്ച് ടി വി കാണുവാണേ. അപ്പ ഇത് കണ്ടോ? പോട്ടടാ, കുഞ്ഞേച്ചി അല്ലടാ. ഒരു കുഞ്ഞേച്ചി. അമ്മ 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 എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ അമ്മ? മലയാളം അമ്മ, നാളെ ഒരു ടീച്ചറിനെ കാണിക്കാനുള്ള അമ്മ. വെള്ളി ശനി 2 ദിവസം ഉണ്ടായിട്ട് എന്റെ മോൻ എവിടെയായിരുന്നു? അമ്മേ, നീ പോയി അപ്പനോട് പറ. അപ്പൻ എന്തോ വലിയ പണിയില്ല. കൊച്ചല്ല, അപ്പം പറഞ്ഞു തരൂ. അമ്മ, അമ്മയുടെ ഫോണൊന്ന് തരാവോ? ഞാൻ വെള്ളിയച്ഛനെ വിളിച്ചു ചോദിച്ചോളാം. അവളിപ്പോ കോളേജിലായിരിക്കും. അമ്മ, ആ ഫോണൊന്ന് തരുവോ? പോണോ? പാരു പാസ്വേഡ് ഇടും. അമ്മയല്ലേ ജെറാൻകുട്ടനാ. ജെറോക്കുട്ടനായിരുന്നോ? എന്നാ ചക്കരെ, വേഗം പറ. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുവോ? എന്നാ കാര്യം പറയാ. വെള്ളിയാഴ്ച കോളേജിലാ. എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാവോ? ചക്കരെ, അത് അപ്പനോട് ചോദിക്കണം. അപ്പൊ ഒരു വലിയ പണിയില്ല. 2 മണി വെള്ളിയാഴ്ച ഹോസ്റ്റലിൽ വരും. അന്നേരം എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ബൈ ബൈ. ബൈ 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 ബൈ. വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രസന്റ്ലി അപ്രൂവൽ ഉള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഷാർജ ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ആണ് ഇപ്പൊ അപ്രൂവൽ ഉള്ളത്. അത് ഇവിടുന്ന് ഷാർജ ട്രിവാൻഡ്രം എയർ അറേബ്യയാണ്. അപ്പൊ ചേട്ടാ, ഞാൻ എന്നാൽ ഇതിന്റെ ഒരു കൺഫർമേഷൻ എനിക്ക് വന്നോട്ടെ. അപ്പം ഞാൻ അതിനിടയ്ക്ക് വിളിക്കാമേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തോ ജെറോൻകുട്ടന്റെ പ്രോബ്ലം പറയ്. നിങ്ങളുടെ ഒറ്റ സുഹൃത്തിനെ കുറിച്ച് 5 വാക്യത്തിലോ കുറയാതെ എഴുതുക. മലയാളത്തിലാ? അതെപ്പാ. ഉറ്റ ചങ്ങാതി, അതല്ലേ ഡെഫിനിഷൻ വേണ്ടത്? അതെ. ലോകം മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ. നിന്റെ എല്ലാ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും കേൾക്കുന്ന ഒരാൾ. അതിപ്പോ എന്ത് ചെറിയ കാര്യമായിരുന്നാലും. നിന്നെ ക്ഷമയോടെ കേട്ടിരിക്കുന്ന ഒരാൾ. നിന്നെ സ്നേഹത്തോടെ തിരുത്തുന്ന ഒരാൾ. പിന്നെ നീ തോറ്റുപോകുമ്പോൾ ഇനിയും നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്നും ഇടയ്ക്കിടെ നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരാൾ. ജീവിതം തന്നെ കൈവിട്ടു പോകുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ക്രൂശിതനായ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനിലേക്ക് നോക്കാൻ പറഞ്ഞു തരുന്ന ഒരാൾ. നിന്റെ കുറവുകൾ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരാൾ. അപ്പൊ അപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മ.